അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിപ്പോൾ വേറെ ചെയ്തേക്കണെന്ന് വെച്ചാൽ ഫുൾ ടൈം നിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മൂമ്മ എന്തായാലും വാടക വീട്ടിലൊന്നും വരത്തില്ല. ഞാൻ ചോദിച്ചു നോക്കിയത് കാര്യമാണ്, അമ്മൂമ്മ വരത്തില്ല. വയസ്സുകാലത്ത് അമ്മച്ചിക്ക് നിങ്ങൾ കൊമ്പനക്കാടന്മാരെ ചെയ്യേണ്ടതേ തല്ലും കൊല്ലൊന്നുമല്ല, വല്ലപ്പോഴൊക്കെ നടത്തി എന്നിരുന്നത് അമ്മച്ചിക്ക് സുഖമാണോ, അമ്മച്ചിക്ക് വല്ലതും വേണോ, അങ്ങനെ അങ്ങനെ ഒരു സന്തോഷമായിട്ടൊരു നാലക്ഷരം ഉണ്ട്. അമ്മൂമ്മ വരത്തില്ല. ഈ വീട് വിട്ട് അമ്മൂമ്മ എവിടെയും പോകത്തില്ല. ഞാനും എൻ്റെ അപ്പൂപ്പനിൽ നിന്ന വീടാണ് ഇവിടെ, ഞാൻ ഇവിടെ വിട്ട് എവിടെയും പോകത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും ശരി, ഓക്കെ. പക്ഷെ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ അടുത്ത് വല്ലതും ഇനി നോക്കണം, എവിടെയെങ്കിലും വാടകയ്ക്ക് നിൽക്കാൻ പറ്റുമോ. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. പെട്ടെന്ന് ഇനി അടുത്ത കുറെ പേര് പറഞ്ഞു വരുമായിരിക്കും, തന്നെ അമ്മൂമ്മേനെ കളഞ്ഞിട്ട് പോയാണെന്ന്. എനിക്കിപ്പോ ഇവിടെ കാര്യമാണ് ഇമ്പോർട്ടന്റ്. ഞാൻ എല്ലാവരോടുമായിട്ട് പറയുക, ഈ അമ്മച്ചി എനിക്ക് ഇനി ഒറ്റയ്ക്ക് നോക്കാൻ ഒക്കുകയല്ല. എനിക്കൊരു 70-30 ചാൻസ്, ഒരു 70% അവർ താമസം മാറാനുള്ള കാരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, പണ്ട് അഹാന പറഞ്ഞ പോലെ അധികം ദിവസം അമ്മൂമ്മേനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം പറഞ്ഞിരുന്നു. അതെ സാറേ, ഞങ്ങൾ വഴക്കാം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ സിമ്പിൾ, അത്ര തന്നെ ഉള്ളൂ. ഇനി ഇതിന്റെ കമന്റ് ബോക്സ് കണ്ടോളൂ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഇത്രയും പ്രോബ്ലമാറ്റിക് പേഴ്സണെ സഹിക്കാൻ വലിയ പാടാണ്. എന്നിട്ടും കുറെ കാലം സിന്ധു ആൻഡ് ഫാമിലി അവരെ നന്നായി തന്നെ നോക്കിയതുമാണ്. പുറം നാട്ടിൽ നിന്നും അവരെ വിമർശിക്കാനും അവരെ ആവേശം മൂത്ത് ഏറ്റെടുക്കാനും എളുപ്പമാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ, ഡയലോഗ് അടിക്കും പോലെ ഈസി അല്ല അവരെ മാനേജ് ചെയ്യാൻ. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. വിവരമില്ലാത്ത ഒരു ഗുണപ്പുറപ്പാണെന്തെങ്കിലും കരുതി നീ എന്നോട് ക്ഷമി. എന്തൊരു നീചനാണ് പാവോടാവൻ, അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. ആ അമ്മൂമ്മേനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ ഡയലോഗായിരുന്നു. ഇപ്പോൾ അതേ വീട് വിട്ടു പോകുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, കൊണ്ടോടാൻ നോക്കിയാൽ അതിന് ടൈം കാണും. എനിക്കറിയാം എന്റേതൊരു റിക്കവറി ഇല്ലാത്ത അസുഖമാണ്, പക്ഷേ ഇപ്പൊ ഞാനല്ല ഹാപ്പിയാ. അതൊരു ഫ്രീഡം അല്ലേ. മോളെ വീടിന് പ്രശ്നമില്ല, തക്കാളി പ്രശ്നമില്ല, കുഞ്ഞുങ്ങൾക്ക് ഇത്രയൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിന്റെ പേരിൽ വീട് മാറി താമസിക്കാൻ ഒരവസരം കിട്ടിയതുപോലെ തോന്നി തൻവി അച്ചോട. അപ്പോൾ അമ്മൂമ്മ ഒറ്റയ്ക്കാവില്ലേ? മുമ്പ് എന്തൊരു കൺസേൺ ആയിരുന്നു, ഇപ്പൊ ആക്ച്വലി ഉണ്ടായത് തൻവിയുടെ അടപ്പ് തെറിച്ചു. ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. ഒരു സാധനം എവിടെയെങ്കിലും ഒരു 3-4 ദിവസം ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചാൽ തന്നെ അവിടെ പൂപ്പലൊക്കെ അടിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ എന്തൊക്കെയോ ഫംഗസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. അത് നല്ല അടികൊള്ളാത്തതിന്റെ. ഇനിയിപ്പോ പരാതി പറഞ്ഞും കുറ്റം പറഞ്ഞും കുറെ പേര് വരും. അത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് വേണോ പറഞ്ഞോ. എന്റെ കുഞ്ഞിന്റെ ഹെൽത്ത് ആണെങ്കിൽ ഇപ്പൊ ഇനി ഇമ്പോർട്ടന്റ്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ.